ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 8-ലെ 9-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. കഴിഞ്ഞ ശ്ലോകത്തിൽ നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കാലമെന്ന ശക്തി ആദ്യം ഉണർന്ന് ജലമധ്യത്തിൽ യോഗനിദ്രയിലായിരുന്ന ഭഗവാനെ ഉണർത്തി എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ. വിബുദ്ധ്യ ഉണർന്നിട്ട്, ഉണർന്നിട്ടാകട്ടെ, ത്വം അങ്ങ്, ജലഗർഭശായിൻ അല്ലയോ പ്രളയജലത്തിൻ്റെ നടുക്ക് ശയിക്കുന്നവനായ ഭഗവാനെ, അല്ലയോ ജലഗർഭശായിനായ ഭഗവാനെ, ഉണർന്നിട്ടാകട്ടെ അങ്ങ് വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ. വിലോക്യ കണ്ടിട്ട്, ലോകാനഖിലാൻ അഖിലാൻ ലോകാൻ അഖില ലോകങ്ങളും, പ്രലീനാൻ തന്നിൽ തന്നെ ലയിച്ചു കിടക്കുന്നത് വിലോക്യ കണ്ടിട്ട്. ഇങ്ങനെ കാലശക്തിയാൽ ഉണർത്തപ്പെട്ട ഭഗവാൻ തന്നിൽ തന്നെ സകല ലോകങ്ങളും ലയിച്ചു കിടക്കുന്നത് കണ്ടിട്ട് തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. തേഷ്വേവ തേഷു അവയിൽ, ആ വസ്തുക്കളിൽ, ഏവ തന്നെ ആ വസ്തുക്കളിൽ തന്നെ, സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു സൂക്ഷ്മാത്മതയാ സൂക്ഷ്മരൂപത്തിൽ, നിജാന്തസ്ഥിതേഷു നിജാന്ത നിജ തൻ്റെ അന്ത ഉള്ളിൽ, നിജാന്ത തൻ്റെ ഉള്ളിൽ, സ്ഥിതേഷു സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിലേക്ക്. സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വസ്തുക്കളിലേക്ക്. വിശ്വേശ വിശ്വത്തിൻ്റെ നായകനായ ഭഗവാനെ അങ്ങ് ദദാഥ ദൃഷ്ടിം, ദദാഥ പതിപ്പിച്ചു, ദൃഷ്ടിം കണ്ണുകളെ. അങ്ങനെ ആ സർവ്വലോകങ്ങളും തന്നിൽ ലയിച്ചു കിടക്കുന്നത് കണ്ടിട്ട് തൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടക്കുന്ന ആ വസ്തുക്കളിലേക്ക് ഭഗവാൻ തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ചു. ആ വസ്തുക്കളിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം കാലശക്തിയാൽ ഉണർത്തപ്പെട്ട പ്രളയജലത്തിൻ്റെ നടുക്ക് ശയിക്കുന്നവനായ ഭഗവാനാകട്ടെ സകല ലോകങ്ങളും തന്നിൽ തന്നെ നന്നായി ലയിച്ചു കിടക്കുന്നത് കണ്ടിട്ട് തൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടക്കുന്ന ആ വസ്തുക്കളിലേക്ക് തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ചു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. 10-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.